ജന്മാദ്യസ്ഥേതന്നയാതിതരതച്ചാർത്തേഷവിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത് സൂര്യ തേജോ വാരിമൃതം യഥാ വിനിമയോ യത്ര തിസർഗോമുഷാ ധാമ്നാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 2-ാമത്തെ അധ്യായത്തിൽ 12 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. അതിൽ ധ്യാനം സൂക്ഷ്മമായിട്ട് സ്വരൂപം കൽപ്പിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതായിരുന്നു ശംഖചക്ര ഗദാപത്മാദികളൊക്കെ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി വിഷ്ണു ധ്യാനമാണ് പറഞ്ഞത്. കൃഷ്ണനെ വണച്ചാൽ കൃഷ്ണനെ ആവാം, ഓടക്കൊഴിലും മഞ്ഞപ്പെട്ടൊക്കെ കൊടുത്ത് ഏതെങ്കിലും ഒരു സ്വരൂപത്തെ ധ്യാനിക്കുന്നതാണ് സാധാരണക്കാർക്ക് എളുപ്പവും രുചികരവും രസകരവും ആവുക എന്നാണ് പൊതുവേ എല്ലാവരുടെയും അഭിപ്രായം. സഗുണധ്യാനം, സകളധ്യാനം, സൂക്ഷ്മധ്യാനം എന്നൊക്കെ ഇതിന് പറയും. വിരാട് സ്വരൂപമായിട്ട് പ്രപഞ്ചം മുഴുവൻ ഈശ്വരനായിട്ട് കാണുന്നത് സ്ഥൂല ധ്യാനമാണ്. അതാണ് ഇതിന് മുമ്പത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഓരോരോ അവയവങ്ങളായിട്ട് ധ്യാനിക്കണം. അടുത്തത് യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദൃഷ്ടരി ഭക്തിയോഗ താപസ്തവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയത സ്മരേത. ഹേ വിശ്വേശ്വര, സംബോധന. സർവങ്ങളുടെയും നിയന്താതാവും, പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും വായു, കാറ്റ്, അഗ്നി, ഭൂമിയുടെ ഭ്രമണം അടക്കം എല്ലാം നിയന്ത്രിക്കുന്ന പരാവരേ, കാര്യകാരണസ്വരൂപനായിരിക്കുന്ന പരാവരെ, അസ്മിൻ ദ്രഷ്ടരി, ഈ ദ്രഷ്ടാവിൽ, ഈശ്വരനിൽ, ഭക്തിയോഗ, പരമലമായിട്ട് ഭക്തിയോഗം, ഭക്തി യാവന്ന ജായത്തെ, ഏത് വരെ ജനിക്കാതിരിക്കുന്നുവോ, താവത് പ്രയത, അതുവരേക്കും നിയമത്തോടു കൂടിയിട്ട്, പ്രയത എന്ന് പറഞ്ഞാൽ സ്വദേശം വളരെ ബുദ്ധിമുട്ടിയിട്ട് നിയമം പാലിച്ച് വിധിപ്രകാരം എന്നൊക്കെ അർത്ഥമെടുക്കാം. ക്രിയാവസാനേ, കർമാവസാനത്തിൽ, പുരുഷസ്യ, ഈശ്വരൻ്റെ, സ്ഥവീയ, ഏറ്റവും സ്ഥൂലമായ രൂപത്തെ സ്മരിക്കണം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പറഞ്ഞതായിരിക്കുന്ന ധാരണ ഉറയ്ക്കുന്നത് വരെ മുമ്പ് ചെയ്തതായിട്ടുള്ള സ്ഥൂലധ്യാനം ശീലിക്കാനാണ് പറയണത്. അപ്പം അത് ആദ്യം ശീലിച്ച് പിന്നീട് ഇതിലേക്ക് വരണം എന്നാണ് ഇപ്പം ഇതിൽ പറയണത്. അതുകൊണ്ടാണല്ലോ ആദ്യം അത് പറഞ്ഞത്. അപ്പോൾ ഏതുവരേക്കും ഭഗവാനിൽ ഭക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവണില്ല, അത് രണ്ടും ഒന്ന് തന്നെയാണ് പറയൽ കേട്ടോ. അതുവരേക്കും സ്ഥൂലധ്യാനത്തിൽ ശീലിച്ചിട്ട് അതിനുശേഷം ഈ ധ്യാനത്തിലേക്ക് എത്താനാണോ പറയണത്. സ്വരൂപമില്ലാത്തതായിരിക്കുന്ന ഒരു രൂപത്തെ ധ്യാനിക്കാൻ എങ്ങനെ സാധിക്കും? ശരിക്കും ഈ ധ്യാനത്തിൽ നിന്ന് മറ്റേലേക്ക് പോകണം എന്നൊരു വെർഷൻ ഉണ്ട്. ആദ്യം സ്വരൂപത്തെ ധരിക്കുക, പിന്നെ സ്വരൂപത്തിലേക്ക് വരാണ്ടിരിക്കുക. രണ്ടായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം അതൊക്കെ ഒരു 2 രീതിയിലുള്ള ധ്യാനത്തിനെ പറഞ്ഞു എന്ന് മാത്രം. ഏറ്റവും സ്ഥൂലമായിട്ടുള്ള രൂപം സ്മരിച്ചിട്ട് പിന്നെ സൂക്ഷ്മത്തിലേക്ക് വരുന്നതാണ് എളുപ്പം എന്നുള്ള വേർഷൻ ഇവിടെ സ്വീകരിച്ചിരിക്കണമെന്നേ ഉള്ളൂ. വിഷമത്തിൽ നിന്ന് എളുപ്പത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. എളുപ്പത്തിൽ നിന്ന് വിഷമത്തിലേക്ക് പോവല്ല എന്നുള്ള ന്യായപ്രകാരമാണ് അത് വന്നിരിക്കുന്നത്. വിഷമമുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് പിന്നെ എളുപ്പത്തിലേക്ക് വരികയാണല്ലോ വേണ്ടത്. എളുപ്പമുള്ള കാര്യം പറഞ്ഞിട്ട് പിന്നെ വിഷമത്തിലേക്ക് പോകുന്നത് 2 വേർഷൻ എന്ന് മാത്രമേ ഉള്ളൂ. യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദൃഷ്ടരി ഭക്തിയോഗ. ഭക്തിയൊക്കെ വർദ്ധിച്ച് ഈ സൂക്ഷ്മധ്യാനത്തിലേക്ക് നമ്മുടെ മനസ്സ് വരുന്നത് വരെ എന്ത് ചെയ്യണം? വിരാട് സ്വരൂപത്തെ ധ്യാനിച്ച് ശീലിക്കാനാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ചിലർ ആദ്യഘട്ടത്തിൽ സൂക്ഷ്മധ്യാനം വേണമെന്നുള്ള അഭിപ്രായക്കാരുണ്ട്. സ്വരൂപത്തിൽ നിന്നല്ലേ സ്വരൂപം ഇല്ലാത്തതിലേക്ക് എത്തുക എന്ന് അങ്ങനെയും പറയണവരുണ്ട്. 2 വേർഷൻ മാത്രമേ ഉള്ളൂ. താപസ്തവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയത സ്മരേത. പ്രയത വിധിപ്രകാരം നിർഗുണധ്യാനത്തിൽ ആദ്യം ശീലിച്ച് പിന്നെ സൂക്ഷ്മധ്യാനത്തിലേക്ക് വരണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സുഖം സ്ഥിരം സുഖം ചാസനമശ്ചിതോ യഥാജികാസുർ ഇമമംഗലോകം
കാലേ ച ദേശേ ച മനോനസച്ചേ പ്രാണം നിയച്ചേത് മനസാജിദാസു. ഹേ അംഗ, രാജാവിനെ വിളിക്കണ ശ്രേഷ്ഠ. സ്ഥിരം, ഉറപ്പും സുഖവുമായിട്ടുള്ള ആസനം ആദ്യം ശീലിക്കണം. അഷ്ടാംഗയോഗം പറഞ്ഞു. ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, 8 ഘട്ടങ്ങളുണ്ട് സമാധിയിൽ എത്താൻ. 8 ഘട്ടങ്ങളാണ്. അതിലത്തെ ഈ ആസനമൊക്കെ ആദ്യമായിട്ട് വരുന്നതാണ്. സ്ഥിരമാവണം, സുഖമാവണം ആസനത്തിന്. ഒരു 3 മണിക്കൂറെങ്കിലും ഇളകാതെ ഏത് രീതിയിൽ കൈയും കാലും നമ്മൾ വെച്ചോ കണ്ണൊക്കെ അതേപോലെ 3 മണിക്കൂർ വയ്ക്കാൻ സാധിക്കുന്നതിനാണ് ഈ സ്ഥിരം എന്ന് പറയുക. 3 മണിക്കൂർ കഴിഞ്ഞാൽ മാറണം. സാധാരണക്കാർ ഒന്ന് മാറണം. നീട്ടിരിക്കുക, നടക്കൊക്കെ ചെയ്തിട്ട് വീണ്ടും വേണം വെച്ചായിരിക്കാം. ആ 3 മണിക്കൂർ വേറെ ഒന്ന് ഇളകണം, അല്ലെങ്കിൽ ശരീരത്തിനതുകൊണ്ട് വേറെ ദോഷങ്ങൾ വരും. അപ്പോൾ ആ സ്ഥിരം, അതിലിടയ്ക്ക് ഇളകാനോ ഏത് ശബ്ദം കേട്ടാൽ ശ്രദ്ധിക്കാനോ ആര് വിളിച്ചാൽ മറുപടി പറയാനോ പോവരുത്. ഇന്നത്തെ രീതിയിലാച്ചാൽ ഫോൺ സൈലൻ്റ് ആക്കണം പറയാം. ആ ശബ്ദം കേട്ടടക്കം നമ്മുടെ മനസ്സിളകും. ആരാവും ഇപ്പോൾ വിളിച്ചിട്ടുണ്ടാവുക, താരെന്ത് കഴിയട്ടെ എന്തെങ്കിലും നമ്മൾ ചിന്തിക്കും. അതുപോലും പാടില്ല എന്നാണ്. സൈലൻ്റ് ആക്കിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാവൂ. പ്രത്യേകം പറയുന്നുണ്ടാവും എന്നാക്കി തോന്നണം. രവിശങ്കറിനെ പോലുള്ളവർ ഫോൺ നിങ്ങൾ ഓൺ ചെയ്ത് വയ്ക്കാൻ പാടില്ല. അടിക്കല്ലേ വിചാരിച്ച കാര്യം അത് നമ്മുടെ മനസ്സിനെ അതെല്ലാം നിവർത്തിക്കുന്നതാണ് സ്ഥിരം. സ്ഥിരം സുഖം. നമുക്ക് ഏത് പൊസിഷനിലാണ് ഇരുന്നാൽ അങ്ങനെ ഇളകാതെ ഇരിക്കാൻ പറ്റുക. സാധാരണ ചമ്രം പടിഞ്ഞിരിക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ വേറെ ആൾക്ക് അങ്ങനെ ആവണമെന്നില്ല. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. ഒരു കാല് പൊന്തിച്ച് വെച്ചിട്ടോ ഒരു കാല് തൂക്കിയിട്ടിട്ടോ. ധ്യാനത്തിൽ സുഖാസനത്തിൽ ഏത് പോസിലാണ് നമുക്കിരിക്കാൻ കഴിയുക, അതിനാണ് സുഖാസനം. അതിനാണ് സ്ഥിരം സുഖം ച ആസനം ആശ്രിതോ യഥാ. അത്തരം ഇരുത്തത്തെ ശീലിക്കുന്ന ആൾ യോഗി, യതി. ഇപ്പോഴേക്ക് അയാൾ യോഗിയായിരിക്കണം ഇവിടെ. ഇമം, ഈ ശരീരത്തെ ഉപേക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവനായിരിക്കുമ്പോൾ എപ്പോൾ ഈ ശരീരത്തിലുള്ള ആസ്ഥ അവന് കുറയുന്നുവോ ആ കാലത്തിലും ദേശത്തിലും മനസ്സിനെ ഉറപ്പിക്കരുത്. എന്താ പറഞ്ഞത്? ഈശ്വരനിൽ ആത്മാവിൽ ഉറപ്പിക്കാം, പക്ഷേ ദേശങ്ങളോ കാലങ്ങളോ അതിൽ മനസ്സിനെ ഉറപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. ദേശകാലാവധിഭ്യാം നിർമുക്തം. ഗുരുവായൂരപ്പനെ വർണ്ണിച്ചതാണ്. ദേശത്തിന് വിധേയമല്ല, കാലത്തിന് വിധേയമല്ല ഭഗവാൻ. നമ്മളും ഇതിനെ മറികടക്കണം എന്നാണ് പറയണത്. നേരത്തെ ഒരിക്കലും എപ്പോഴോ പറയുണ്ടായി, ദേശം കാലം പിന്നെ ബന്ധം, ഈ 3 ആത്മീയത്തിൽ തടസ്സമാണ്. ആത്മീയത്തിൽ തടസ്സം എന്ന് പറഞ്ഞാൽ അവൻ്റെ പരാജയം നടത്തായി. ഇതിൽ നമ്മൾ വല്ലാതെ കുടുങ്ങരുത് എന്നാണ്. വല്ലാതെ കുടുങ്ങരുത്. അപ്പം തീർച്ചയായും ദേശകാലാവധിഭ്യാം നിർമുക്തം. ഗുരുവായൂർ നടക്കാൻ 1 മിനിറ്റ് വഴുകാൻ പാടില്ല എന്ന് നിയമം ഒരു പുറത്ത് വെച്ചു. കൃത്യമായി നട അടച്ചിട്ടുള്ള ആളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എന്തൊരു ഈ സമയമല്ലേ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തത്. സമയം 1 മിനിറ്റ് എഴുതോട്ടെ എന്ന് വിചാരിച്ചതാ വെച്ചാൽ ചിലപ്പോൾ ഇതെല്ലാം ഒഴിവോ ഇനി ആയിരിക്കില്ല. ഈ സമയം ഉണ്ടാക്കി തീർക്കണ കോംപ്ലിക്കേഷൻസ് ഞാൻ പറയുകയാണ്, അത്ര വേണ്ടെന്ന് പറയുകയാണ്. ഞാനപ്പോൾ അത് 7 മണി 7:30 മണി 1 മിനിറ്റൊക്കെ അങ്ങോട്ടൊക്കെ ആയ ലോക ജീവിതത്തിൽ എപ്പോഴും അങ്ങനത്തെ സംഗതികളായിരിക്കും നന്നാവുക. 100% ഒരു ട്രെയിന് കൃത്യമായിട്ട് എത്തിക്കാനും കൂടി എല്ലാ സമയത്തും പറ്റുന്നുണ്ടോ പൈലറ്റിന്? ലേറ്റ് ആവുന്നുണ്ട് പല ദിവസവും. അപ്പോൾ ഈ ലോകത്തിന് ഒരു പുറത്തു കൂടെ നമ്മൾ ചിന്തിച്ചാൽ ആക്യുറസി അല്ല എന്ന് കാണാം. വേറെ പുറത്തു കൂടെ നോക്കിയാൽ ചില ആക്യുറസി കാണും ചെയ്യാം. ആക്യുറസിയെ പോലെ സമയനിഷ്ഠ വിട്ടുവീഴ്ചയും ലോകത്തിൻ്റെ ഭാഗമാണ്. ഉദയം എല്ലാ ദിവസവും 6:30 ഉദിക്കണം. അപ്പോൾ പ്രകൃതി കാണിച്ചു തരുന്നുണ്ട്. അല്ല, ചിലപ്പോൾ നേരത്തെ ഉദിക്കും, ചിലപ്പോൾ വഴുകി ഉദിക്കില്ലേ, അല്ലെങ്കിൽ ഉദയാസ്തമന സമയത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അസ്തമയം 6:10 അസ്തമിക്കണു, ചിലപ്പോഴോ 6:40 വരെ മാറുന്നുണ്ട് ഇല്ലേ. അപ്പോൾ
ഒരേ സമയത്ത് കൃത്യനിഷ്ഠയും അതേ സമയത്ത് കൃത്യനിഷ്ഠയിലുള്ള നീക്കുപോക്കും ആണ് പ്രപഞ്ചം എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. ഏതൊരാൾക്കാ കൃത്യമായി 1 മണിക്ക് ഊണ് കഴിക്കാൻ കഴിഞ്ഞിരിക്കണം? 1 മാസം എടുക്കുക, പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേയൊക്കെ പറ്റിയിട്ടുണ്ടാവും, 2 ദിവസമെങ്കിലും 1 മാസത്തിന് നീക്കുപോക്ക് വേണ്ടി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ സമയം ചില ആചാര്യന്മാരറിയാം 6 മണിന്നുണ്ടെങ്കിൽ തുടങ്ങണം. നല്ലതാണ്, സാധാരണ നിലയ്ക്ക് കൃത്യനിഷ്ഠ എന്നല്ല. ഒരു 6, 1, 6, 2 സമയക്കില്ല അതേ. അത് വഴിയ ചീത്ത പറയും കൂടെ ഉള്ളത്. ചന്തപ്പരയാ തോന്നുമ്പോൾ കയറി വരാൻ ചോദിക്കണ ഒരാളെ എനിക്കറിയാം. 1 മിനിറ്റ് കഴിയുണ്ടാവുള്ളൂ, 8 മിനിറ്റ്. അത് വേണ്ട, അതൊക്കെ വരും. അതല്ലേ കൂടുതൽ പ്രായോഗികം. അത് വെച്ചിട്ട് തോന്നിയത് കാട്ടാമെന്നില്ല കേട്ടോ. തോന്നിയത് കാണിക്കുക ഒരു 6 മണിക്ക്, ഒരു 6:30, അത് ശരിയല്ല. കൃത്യനിഷ്ഠ വേണം. പക്ഷെ ഒരു മനുഷ്യനാവുമ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി എന്ന് വരും. പഞ്ചിങ്ങിലടക്കം ഉദ്യോഗസ്ഥന്മാർക്ക് ഇളവുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഈ ദേശം കാലം പിന്നെ ബന്ധങ്ങളും, ഈ 3 നമ്മളെ എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് പാടില്ല. എൻ്റെ കുട്ടികളും വരെ അവിടെ എത്ര കിലോമീറ്റർ എത്തണം? പിന്നെ ഇയാൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ സ്വസ്ഥത ഉണ്ടാവില്ല. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ പ്രഭാഷണമാവാം, ധ്യാനമാവാം, ആത്മീയ കാര്യമാവാം, മറ്റു കാര്യമാവാം, ശ്രദ്ധ ഉണ്ടാവുമോ? ഭാര്യ കുട്ടി അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? ഇപ്പം ദൂരം, സമയം, ഇതൊക്കെ ദേശകാലാവധിഭ്യാം നിർമുക്തമാണ് ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂർ മാത്രമല്ല ഗുരുവായൂരപ്പൻ, അതും തന്നെ വന്നില്ലേ. എന്തിനാ അവിടേക്ക് ഓടാൻ നിൽക്കണേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ളതിലുള്ള ആസക്തി നമ്മൾ കഴിയുന്നതും ഓപ്റ്റിമം ആക്കുക. അത് തന്നെ ഭ്രാന്തെടുക്കണ്ട. ആ സുഖം സ്ഥിരം ആയിട്ടുള്ള ആസനത്തെ ആശ്രയിച്ചിട്ടുള്ള ഒരാൾ ശരീരത്തെ ഉപേക്ഷിക്കുമ്പോൾ ദേശത്തിലും കാലത്തിലും മനസ്സിനെ ഉറപ്പിക്കരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അയ്യോ എൻ്റെ നാട്, എൻ്റെ ജന്മനാട്, എൻ്റെ ജനിച്ച വീട് എന്നുള്ള പരിമിതിക്ക് അപ്പുറത്തേക്ക് മനസ്സിനെ കൊണ്ടുപോകണം. ദേശകാല അവധിഭ്യ ദേശേ കാലേ മന ന സജ്ജയേത്. മനസ്സിനെ ഉറപ്പിക്കരുത്. ഞാൻ എന്ന നാട്ടുകാരനാണ്, അതൊക്കെ കുറച്ച് വിടുക. ഇപ്പം സമയം അതൊക്കെ വിട്ടുകളയുക. ചിതാസു പ്രാണനെ ജയിച്ചവൻ മനസ്സുകൊണ്ട് പ്രാണനെ അടക്കണം. എവിടെയെങ്കിലും ആണ് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. നമ്മൾ കൊടുത്ത പേരല്ലേ പാലക്കാട്, നമ്മൾ കൊടുത്ത പേരാണ്. ശരിക്കും ആ മണ്ണിന് ആ പേരുണ്ടോ? മണ്ണിന് അങ്ങനെ ഒരു പേര് ഈശ്വരൻ സീല് വെച്ചിട്ടില്ല. അപ്പം എല്ലാം നമ്മളാൽ കൃതമാണ്. അതിൽ വല്ലാതെ മനസ്സ് കൊടുക്കണ്ട. ദേശകാല അവധിഭ്യാം നിർമുക്തം എന്ന് ഭഗവാനെ പറഞ്ഞു. അതേപോലെ നമ്മുടെ മനസ്സിനെയും അതിൻ്റെ മുക്തമാക്കുക. എവിടെയോ ഈ ഭൂമിയിൽ നമ്മൾ വന്നു എന്നല്ലാണ്ട് അപ്പം ഇന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്നൊന്നും വല്ലാതെ ദേശകാലത്തിന് വിധേയമാവണ്ട. അവിടേക്ക് എത്തിയിട്ടുള്ള ഒരാൾക്ക് ഏറ്റുമാനൂരും ഗുരുവായൂരും പനമണ്ണയും പാലക്കാടും ഒക്കെ ഒരുപോലെയാണ്. ഇതിലൊരു വിശേഷതയൊന്നുമില്ല. പറയണം മനസ്വബുദ്ധ്യാമലയാ നിയമ്യ ക്ഷേത്രജ്ഞേതാം നിനയേത്തമാത്മനി ആത്മാനമാത്മന്യവരുദ്ധ്യധീരോ ലബ്ധോപശാന്തർ മിരമേത കൃത്യാത്. പറയണം അമലയാ സ്വബുദ്ധ്യ. അങ്ങനെയാവുമ്പോഴാണ് അവൻ്റെ ബുദ്ധി നിർമ്മലമാവുന്നത്. ഞാൻ ഇന്ന ദേശത്തെ ആളാണ്, ഇന്ന കാലത്തെ ആളാണ്. ഒരു സന്യാസിയോടോ സ്വാമിയോടോ സന്യാസം സ്വീകരിച്ച ആളോട് സ്വാമി ഏത് നാടാണ്, സ്വാമിയുടെ നാട് എവിടെയാണെന്ന് ചോദിച്ചു നോക്കും നിങ്ങൾ. അദ്ദേഹം യഥാർത്ഥ സ്വാമിയാണെന്ന് വെച്ചാൽ പറയും എനിക്ക് ഈ ലോകം തന്നെ കുട്ടി നാട് എന്ന്. ഒരാളോട് ഈ ശബ്ദത്തിൽ ചോദിക്കുകയുണ്ടായി. അന്ന് ഇത്ര അറിയില്ല. അപ്പം സ്വാമിയുടെ നാട് ഇപ്പോൾ എവിടെ ചോദിച്ചു. എൻ്റെ നാട് ഇപ്പം ഇതാണ് പറഞ്ഞു അദ്ദേഹം. ഇപ്പം ഇതാണ്, കുറച്ച് വേറൊന്നാവും. നാടില്ല. സ്വാമിയോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. പൂർവ്വ ആശ്രമത്തെക്കുറിച്ച് പോലും ചോദിക്കരുത്. സ്വാമിയുടെ പൂർവാശ്രമം എന്തായിരുന്നു എന്ന് പോലും ചോദിക്കരുത് എന്നാണ്. കാരണം അദ്ദേഹത്തിന് നാടും വീടും ഇല്ല. അത് വിട്ടാലല്ലേ സന്യാസിയാവുക. അതുകൊണ്ടത് ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്വാമിയുടെ നാട് ഏതാണെന്ന് ചോദ്യം തെറ്റ്. ഇനി ആരും ചോദിക്കേണ്ട. അമലയാ, അപ്പോഴേ നിർമ്മലമായിട്ടുള്ള ബുദ്ധി ആവുള്ളൂ. സ്വബുദ്ധിയ, തൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിനെ അടക്കിയിട്ട്
ഏതാം ക്ഷേത്രജ്ഞ ഇതിനെ, ക്ഷേത്രജ്ഞനെ ജീവാത്മാവിലും അതിനെ പരമാത്മാവിലും നയിക്കണം. നമ്മുടെ ശരീരത്തിൽ ജീവാത്മാഭാവത്തിൽ വർത്തിക്കുന്ന ഒരു ആത്മാവാണ് നമ്മുടെ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത്. ചിലപ്പോൾ അതിന് ജീവാത്മാഭാവം ഉണ്ടാവും. ഞാനെന്നും എൻ്റേതും എൻ്റെയുള്ള അംശമാണല്ലോ, ഈ പരമാത്മാവിൻ്റെ അംശമാണ് ജീവാത്മാവ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടോ, വേണ്ട കാര്യങ്ങളാണ് ഈ പറയണത്. സപ്താഹത്തിലുണ്ടോ ഇതൊക്കെ ആരെങ്കിലും പറയണു? സ്ഥൂലജ്ഞാനം ജ്ഞാനം രണ്ടും ശീലിക്കണം എന്ന് പറയാം. അത്രയും സമയം കിട്ടുള്ളൂ, കുറ്റം പറയില്ല. പക്ഷെ അത് ശരിക്കും വരച്ച പോരാന്നാണ് ഞാൻ പറയുക. നമ്മുടെ ശരീരത്തിൽ 2 നിലയ്ക്കാണ് ആത്മാവ് നിൽക്കുന്നത്. ചുരുക്കം പറയുക വെച്ചാൽ ആത്മാവിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ എത്ര തരമുണ്ട്? നമുക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുമോ? അഥവാ പറഞ്ഞാൽ അത് തെറ്റും. ഞാൻ തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയണം. 2 എന്നാണ് നമ്മളൊക്കെ കാണുക, ജീവാത്മാവും പരമാത്മാവും. എന്നാൽ അങ്ങനെയല്ല. ജീവാത്മാവും പരമാത്മാവും എന്ന് 2 മാത്രമല്ല ഉള്ളൂ. 3ാമത് ഒരു രീതിയുണ്ട്, ക്ഷേത്രജ്ഞൻ എന്ന്. ഇവിടെ അതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രജ്ഞ ഏതാം നിയതേത്തമാത്മനി. ഇനി മനസ്സിലാക്കിക്കോളൂ, 3 ഭാവം ഉണ്ട്. അത് വ്യക്തമാവണമെങ്കിൽ ഗീത 15-ാം അധ്യായം ഒന്ന് നോക്കുക. ഉത്തമ പുരുഷത്വന്യ പരമാത്മേത്യുദാഹൃത യോ ലോകത്രയമാവിശ്യ ബിഭർത്തവ്യേ ഈശ്വര. എന്താണ് ജീവാത്മാവ്? എന്താണ് പരമാത്മാവ്? എന്താണ് ക്ഷേത്രജ്ഞൻ? ക്ഷേത്രജ്ഞ യോഗത്തിലും നമ്മുടെ ശരീരത്തിൽ ജീവാത്മാവും പരമാത്മാവും 2 ഭാവം തന്നെ ഉണ്ട്. എല്ലാവരുടെ വിചാരം നമ്മളൊക്കെ ജീവാത്മാക്കളാണെന്ന്. അല്ല, അത് 2ആയിട്ട് പിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കേണ്ട വലിയ ഉപനിഷത്ത് തത്വമാണത്. 2ആയിട്ട് പിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സാധാരണ നമ്മൾ വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ 2 തിരിയാണ് ഇടുക സാധാരണ. വിശേഷാർത്ഥത്തിൽ പഞ്ചമുഖം 5 അഗ്നിയൊക്കെ ആവാം, 7 അഗ്നി, എത്ര തിരി വേണമെങ്കിലും ഇടാം. ഒറ്റ സംഖ്യ അത്രേ പാടും. 6, 8 പാടില്ല, 7, 5, 9. പക്ഷെ സാധാരണ നമ്മൾ എത്ര തിരിയാണ് ഇടുക? 2 തിരിയാണ് ഇടുക. ഈ 2 തിരി ഒന്ന് നമ്മുടെ രണ്ടും നമ്മുടെ ഉള്ളിലത്തെ തന്നെ കേട്ടോ. ഒന്ന് ജീവാത്മാവും ഒന്ന് പരമാത്മാവും. പണ്ടൊക്കെ ഓരോ ആചാരങ്ങൾ വെച്ചത് അടക്കം ആ തത്വത്തിനെ നോക്കിയിട്ടാണ്. ഒന്ന് ജീവാത്മാഭാവവും ഒന്ന് പരമാത്മാഭാവവും 2ഉം നമ്മുടെ ഉള്ളിലുണ്ട് എന്നാണ്. ആ പരമാത്മാഭാവത്തിലുള്ള ആത്മാവിനോട് ജീവാത്മാഭാവത്തിലുള്ള ആത്മാവിനെ ചേർക്കലാണ് ബ്രഹ്മവിദ്യ. ഏറ്റവും ചുരുക്കം പറയാച്ചാൽ അതിനാണ് ഈ സാധനകളും ധ്യാനവും നാമജപവും പുരാണപാരായണവും ഒക്കെ. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ലാച്ചാൽ ചെയ്തതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ വ്യർത്ഥാണ്. വെള്ളത്തിൽ വരച്ച വര പോലെ വ്യർത്ഥാണ്. ക്ഷേത്രദർശനം കൊണ്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ അത് വേണ്ടാന്നല്ല കേട്ടോ, ഇത് ഈ ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ അത് വെറുതെ എന്നാണ് പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അത് വെറുതെ എന്ന് പറഞ്ഞില്ല. ഈ ലക്ഷ്യത്തിലെത്തണം. നമ്മുടെ ഉള്ളിൽ തന്നെ ജീവാത്മാ പരമാത്മാ ഭാവത്തിൽ 2ആയിട്ട് പിരിഞ്ഞിട്ടാണ് ജീവൻ നിൽക്കുന്നത്. അങ്ങനെ 2ആയി നിൽക്കുന്ന കാലത്തോളം നമുക്ക് ദുഃഖവും പരിഭ്രമവും സംസാര ദുഃഖവും ഉണ്ടാവും. എപ്പോൾ അതിനെ ഒന്നാക്കി ചേർക്കുന്നുവോ സംസാര ദുഃഖം അവിടെ അവസാനിക്കുന്നു. സംസാര ദുഃഖത്തെ ഒറ്റയടിക്കങ്ങട് അവസാനിപ്പിക്കാനുള്ള അത്ഭുത വിദ്യയാണ് പണ്ട് കണ്ടുപിടിച്ചത്. ആലോചിച്ച് നോക്കണം പണ്ടുള്ളവരുടെ ബുദ്ധി. ഏത് പ്രശ്നവും ഒരു നിമിഷം കൊണ്ട് പരിഹരിക്കാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റില്ല. ലൗകിക ചിന്തയിൽ നീന്തുന്ന ഒരാൾക്ക് അതിൽ എത്ര ബുദ്ധിശാലി ആയിക്കോട്ടെ, സമയമെടുക്കും. ചിലത് സമയമെടുത്താലും തീരില്ല. അതുകൊണ്ടല്ല നമുക്ക് സമാധാനം ഉണ്ടാവുന്നത്. ഈ ലോകത്തിലത്തെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ട് ഒരു മനുഷ്യനും സുഖിക്കാൻ പറ്റില്ല എന്ന് കണ്ടെത്തലിൻ്റെ ബല ആത്മീയം.
സാധ്യമല്ല. അതൊരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതങ്ങനെയാണ് പ്രപഞ്ചം. ശരീരത്തിൽ നമ്മൾ വന്നാൽ അവസാനം വരെ ദുഃഖവും പരിഭ്രമവും ഉണ്ട്. അത് പരിഹരിക്കണം. പക്ഷെ അത് പരിഹരിച്ചിട്ട് എല്ലാ പ്രശ്നവും പരിഹരിച്ചതിന് ശേഷം നമുക്ക് ശാന്തി കണ്ടെത്താം എന്നൊരിക്കലും വിചാരിക്കരുത്. അലക്ക് കഴിഞ്ഞിട്ട് അലക്കുകാരൻ കാശിക്ക് പോണ പോലെയാവും അത്. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് ഈ ചുറ്റുമുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് സുഖിക്കുക എന്നുള്ള മനോഭാവമല്ല, അത് മാറ്റുക. അല്ലാതെ സുഖം എങ്ങനെ കണ്ടെത്താം? എന്തോ നടക്കട്ടെ, എന്ത് നടക്കട്ടെ, അതിലെനിക്ക് സുഖിക്കാൻ വഴിയുണ്ടോ? ഇതാണ് പണ്ടുള്ളവർ കണ്ടെത്തിയത്. ഉണ്ട്. ജീവാത്മാവിനെയും പരമാത്മാവിനോട് ഇങ്ങോട്ട് ചേർത്ത് കെട്ടുക. അങ്ങോട്ട് പോകണ്ട, നീ ഇങ്ങോട്ട് വാ. അങ്ങോട്ട് പോയാൽ സ്വസ്ഥത കിട്ടില്ല എന്നൊന്ന് ജീവാത്മാവിനെ പറഞ്ഞ് മനസ്സിലാക്കുക. നീ ഇങ്ങോട്ട് വാ. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരെല്ലാം സംസാരത്തിന് വിജയിച്ചിട്ടുണ്ട്. അവരേ വിജയിച്ചിട്ടുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. മനസ്വബുദ്ധ്യാമലയാ നിയമ്യ. ഇതിനൊക്കെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാവണം. അമലമായിട്ടുള്ള ബുദ്ധിയെ നിയന്ത്രിച്ച് ക്ഷേത്രജ്ഞേതാം നിയതേത്തമാത്മനി. ക്ഷേത്രജ്ഞനായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവിൻ്റെ ഭാവം, അതിനോട് ജീവാത്മാവിനെ യോജിപ്പിക്കുക. ആത്മാനം ആത്മന്യവരുദ്ധീരോ. ധീരൻ, അവനാണ് ധീരൻ. ആത്മാവിനെ ആത്മാവ് കൊണ്ട് ആത്മാവിനോട് കൂടി യോജിപ്പിക്കുക. അപ്പോൾ രണ്ടായി ജീവാത്മാവും ക്ഷേത്രജ്ഞനും. പരമാത്മാവോ എന്ന ഭാവത്തിൽ ശരീരത്തിൽ കുടികൊള്ളുന്നവൻ ക്ഷേത്രജ്ഞൻ, അല്ലാത്തത് ജീവാത്മാവ്. ഇതൊന്നും അല്ലാത്ത ഒന്നുണ്ട്, ലോകം മുഴുവനെ വ്യാപിച്ച പരമാത്മാവ്. ദാറ്റ് ഈസ് 3, ദി തേർഡ് വൺ. മനസ്സിലായുണ്ടോ? തേർഡ് വൺ. അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ഉത്തമ പുരുഷത്വന്യ പരമാത്മേതുദാഹൃത യോ ലോകത്രയം ആവശ്യ ബിഭർത്യവ്യയ ഈശ്വര. ഗീത 15-ാം അധ്യായം അവസാനം ശ്ലോകം പഠിക്കുക. സൂര്യൻ ഉദിക്കുന്നതും സൂര്യനെ ഉദിപ്പിക്കുന്നതും വായുവിനെ വീശുന്നതും ഭൂമിയെ ഭ്രമണം ചെയ്യിക്കുന്നതും ആയ പരമാത്മാവുണ്ട് അർജുന. അതാണ് ഞാൻ. ആ ഞാൻ അല്ലാത്തതായ സംഗതി രണ്ടായിട്ട് ശരീരത്തിൽ നിൽക്കുന്നു, ജീവാത്മാവും ക്ഷേത്രജ്ഞനും. അപ്പോൾ ആകെ 3 കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് ജീവാത്മാവ്, ശരീരത്തിലത്തെ പരമാത്മാംശം, പരമാത്മാവംശം പ്ലസ് പുറത്തുള്ള അപാരമായ വിരാട്ട്. 3 ആയില്ലേ? അപ്പോൾ ഈ പരമാത്മാവ് എന്ന അംശം ശരീരത്തിലുണ്ട്. അന്ന് മനസ്സിലാക്കണം. അത് ഹരിനാമകീർത്തനത്തിലൊക്കെ എത്രയോ പറയണ്ട, ഞാനും ഈശ്വരനും ഒന്നാണ്. പണ്ടേ കണക്ക വരണം. അത് രണ്ടാണെന്ന് തോന്നുമ്പോൾ അത്രയും പരിഭ്രമമൊക്കെ ഉണ്ടാവുക. അതൊന്നാക്കി ചേർക്കലാണ് ആത്മവിദ്യ. അത്രയേ ഉള്ളൂ. മനസ്സ് ബുദ്ധി അമലയാ നിയമ്യ. അമലമായിട്ടുള്ള ബുദ്ധി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് ശരീരത്തിൻ്റെ ഉള്ള ക്ഷേത്രജ്ഞേതാം നിയതേത്തമാത്മനി. ഉള്ളിലുള്ളതായിരിക്കുന്ന ക്ഷേത്രജ്ഞനയോടുകൂടി നമ്മുടെ ജീവാത്മാവിനെ യോജിപ്പിച്ച് അങ്ങോട്ട് സംസാരത്തിലേക്ക് വിടണ്ട, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പിടിച്ച് ആത്മാനം ആത്മന്യവരുദ്ധീരോ. ധീരനായിട്ടുള്ളവൻ ആത്മാവിനെ ആത്മാവിനോടുകൂടി പരമാത്മാഭാവത്തിൽ ശരീരത്തിൽ നിൽക്കുന്ന അതിനോട് ചേർക്കണം. പുറത്തുള്ളത് വേറെ, ശരീരത്തിൽ തന്നെ പരമാത്മാവുണ്ട്. അതാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ഗീതയിൽ അതൊക്കെ എത്ര വിസ്തരിച്ചിട്ടുണ്ടറിയോ? ഈ ശരീരം തന്നെയാണ് അർജുന ക്ഷേത്രം. ചുറ്റമ്പലവും കൊടിമരവും മണിനാഥവും പ്രതിഷ്ഠയൊക്കെ ഉള്ളത് ഒരു പ്രതീകം മാത്രം. അതൊന്നും അല്ല കേട്ടോ ക്ഷേത്രം. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അംശങ്ങളും ആ ക്ഷേത്രത്തിനകത്ത് കാണാം. നമ്മുടെ പാദത്തിൻ്റെ സ്ഥാനത്ത് മതിൽക്കട്ട, ശിരത്തിൻ്റെ സ്ഥാനത്ത് ശ്രീകോവിൽ, സുഷുമ്നാ നാഡിയുടെ സ്ഥാനത്താണ് കൊടിമരം നട്ടയിൽ ആയിട്ട് നിൽക്കുന്നത്. അതിൽ ഇടാ പിങ്കള എന്നുള്ള 2 ഇതുണ്ടാവും. കൊടിമരം വലിക്കുന്നതായിട്ടുള്ള കയറാണത് എന്നാണ് പറയുന്നത്, ഇടയും പിങ്കളയും. ഞാൻ കുറേ വർണ്ണിക്കാണ്ട് ക്ഷേത്രശാസ്ത്രം എന്ന് പറയണത്. അപ്പം ഇത് ശരീരം തന്നെയാണ് അതും. അപ്പം ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. എന്തിനമ്പലത്തിലേക്ക് ഓടണം? എവിടെയാ ക്ഷേത്രം?
ഈശ്വരൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ക്ഷേത്രം. അതെവിടെയാണ്? നമ്മുടെ ശരീരത്തിൽ. പരമാത്മാഭാവത്തിൽ കുടികൊള്ളുമ്പോൾ അത് ഉറച്ചാൽ എന്ത് ക്ഷേത്രത്തിന് പ്രസക്തി? ഭാഗവതവും ഗീതയും ക്ഷേത്രത്തിലേക്ക് നമ്മളെ താഴ്ത്തില്ല, ഒരിക്കലും താഴ്ത്തില്ല. നയത്ര കാലോ നിമിഷം പരപ്രഭുക്കുതോനു ദേവ ജഗതാം ജൈശിരേ നയത്ര സത്തന്നരജത്തമച്ചാനവേ വികാരോ ന മഹാൻ പ്രധാനം. നിമേഷമില്ലാത്തവരായ, വലിയ ബുദ്ധിമുട്ട് അതൊക്കെ പറയാൻ ക്ഷേത്രത്തിൽ. എന്താ അറിയോ, 4 ആൾ ഇവിടെ വരുന്നത് ഇപ്പോൾ നിങ്ങളില്ലാണ്ടേക്കൂലോ. ശരിയാണ്. ഭാഗവതം ഗീതയും ശരിക്കും പഠിച്ചാൽ അവർ അമ്പലത്തിൽ പോവില്ല. അയ്യോ, ഇങ്ങനെ ഒരു വ്യാഖ്യാനം കേട്ടിട്ടില്ല കേട്ടോ. കേൾക്കണം. ശരിക്ക് പഠിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോവില്ല. ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ട് പറയാൻ പാടില്ല ക്ഷേത്രത്തിലെന്നും കൂടി പറയണവരുണ്ട്. അത്ര പറയണ്ട കേട്ടോ, അത്രയും വേണ്ട. 4 ആൾ ഇവിടെ വന്ന് തൊഴുതാലല്ലേ നിങ്ങൾക്ക് വായിക്കാൻ ഈ ക്ഷേത്രം ഉണ്ടാവുള്ളൂ. അത് ശരിയാ. പക്ഷെ അതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ആ നിമേഷമില്ലാത്തവരായ ദേവന്മാരുടെ പരശ്രേഷ്ഠനായും പ്രഭുവുമായിരിക്കുന്ന കാലം ഇവിടെ പറയുകയാണ്. എത്ര യാതൊന്നിലില്ല. കാലം എന്ന് പറയുന്നതിന് അതീതമാണ് ഭഗവാൻ. ദേശകാലാവധിഭ്യാം നിർമുക്തം. വീണ്ടും പറഞ്ഞു, ഏതൊരു ഭഗവാനാണ് കാലം എന്ന പരിമിതി ഇല്ലാത്തത്? അവിടെ പറയണ ജഗതാം, ലോകങ്ങളെ യാതൊരുത്തർ ഈശ്വരേ നിയന്ത്രിക്കുന്നുവോ. ജഗന്നിയന്താത ഭുവനേക നിയാമകൻ ആണ് ഭഗവാൻ. ദേവന്മാർ പിന്നെ പറയണം, എത്ര യാതൊന്നിൽ സത്വം രജസ് തമസ് വികാരം ഇവ ഇല്ലയോ, അത് തന്നെ ഈശ്വരൻ. ഏതീശ്വരൻ? പ്രപഞ്ചം മുഴുവനെ വ്യാപിച്ച ഉത്തമ പുരുഷത്വന്യ പരമാത്മേത്യുദാഹൃത. ആ പരമാത്മാവിന് ദേശമോ കാലമോ സമയമോ ഇല്ല. ഇതിനൊക്കെ അതീതമാണ്, എല്ലാറ്റിനും അതീതമാണ്. നയത്ര കാലോ അതിമിഷാം പരപ്രഭു, കണ്ണടയ്ക്കുക പോലും ഇല്ല. ഉറക്കല്ല, ഈ പരമാത്മാവിന് ഉറക്കല്ല. ശരിക്കും യോഗനിദ്ര എന്ന് പറഞ്ഞിട്ടൊന്നേ ഉള്ളൂ. പകുതി കണ്ണടച്ച് ബോധത്തോടു കൂടിയിട്ടാണ് ഉറങ്ങുക പരമാത്മാവ്. ഇതിനാണ് യോഗനിദ്ര എന്ന് പറയുക. പ്രപഞ്ചം വിടുന്നില്ല. നമ്മളൊക്കെ അന്തം വിട്ടുറങ്ങി എന്ന് പറയും അല്ലേ? അന്തം വിട്ടുറങ്ങി, ഒന്നും അറിഞ്ഞില്ല. അങ്ങനത്തെ ഉറക്കമില്ലാത്ത പരമാത്മ കണ്ണടച്ച് യോഗനിദ്ര കൊള്ളുമ്പോഴും ആ പരമാത്മാവിന് ബോധത്തിൽ നിന്ന് വിടുന്നില്ല. അതാണ് അനിമിഷാം പരപ്രഭുക്കുതോനു ദേവോ ജഗതാം ജയീശിരേ. ഈ ലോകത്തിലത്തെ എല്ലാ നിലയ്ക്കും യാതൊന്നും ബാധിക്കാത്ത എന്ന് പറയണം ഈശ്വരേ, നിയമിക്കുന്നവൻ. ഈശ്വരേ എന്ന് പറഞ്ഞാൽ നിയമിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം ആയ ആ ഭഗവാൻ ഒക്കെ പറയാന്ന് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള ഉദയാസ്തമന സമയങ്ങൾ കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ് കണക്കാക്കാൻ സാധിക്കുന്നത്? നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇത് കണക്കാക്കുന്നത് എങ്ങനെ അവർക്ക് കഴിയുന്നു? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ഇതിനെ നിയന്ത്രിക്കാനൊരു ഈശ്വരനുണ്ട്. അത് കൃത്യമായ വേഗതയിലാണ് ഭൂമി സഞ്ചരിക്കുന്നത്. കൃത്യമായിട്ടുള്ള വേഗതയുണ്ട്. ആ വേഗത ആര് നിശ്ചയിച്ചു? ഇത്ര RPM എന്ന് പറഞ്ഞിട്ട് മോട്ടർ ഉണ്ടാക്കണ പോലെ ഒരാൾ വേണം, തീർച്ചയല്ലേ? അല്ലാണ്ട് എങ്ങനെ ഈ ഭ്രമണം അത്ര കൃത്യമാവണത്? കൊല്ലം കഴിയുന്ന എത്രയോ വർഷത്തിന് ശേഷം ഗ്രഹണം 4/22 ആരംഭിക്കുന്ന എങ്ങനെ കണക്കാക്കണു? അതപ്പം തന്നെ തുടങ്ങണില്ലേ? ആലോചിച്ച് നോക്കൂ, അത്ഭുതമാണ്. അപ്പം ഇതിനെ കൃത്യമായ വേഗത വെച്ച് നിയന്ത്രിക്കുന്ന ഒരു പരമാത്മാവ്, ഒരു ശക്തി ഉണ്ട് എന്നത് യുക്തിക്ക് നിരക്കണതല്ലേ? അതിനെന്താണ് യുക്തിക്ക് വിരോധം? അല്ലാണ്ട് ഇത് ഇത്ര കൃത്യമാവില്ല. കൃത്യത എവിടെയുണ്ടോ അവിടെ നോക്കാനും നിയന്ത്രിക്കാനും ആളുണ്ടാവും, അല്ലെങ്കിൽ കൃത്യത വരില്ല എന്നാണ്. എത്ര സത്തന്ന രജസ്തമച്ച, രജോ ഗുണവും തമോ ഗുണവും ഇല്ലാത്ത നവേ വികാരോ ന മഹാൻ പ്രധാനം, മഹത്തത്വമോ അഹങ്കാരമോ ഇല്ലാത്ത ആ തേജസ്സായിട്ടുള്ള ഈശ്വരനെയാണ് ധ്യാനിച്ച് നമ്മൾ
എത്തേണ്ടത് എന്നങ്ങനെ പറഞ്ഞു വെച്ചു. വീണ്ടും ആ ധ്യാനത്തിനെയും പറയണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.